ചർച്ചയിൽ ഉയർന്നു വന്ന അഭിപ്രായങ്ങൾക്ക് താങ്കൾക്ക് മറുപടി പറയാം. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമ്മളൊക്കെ ഉയർന്നു കേട്ടത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ BJP നേരിടാൻ പോകുന്നത് ഒരു ഐക്യക്കുറവിനിടയിൽ നിന്നാണ് എന്ന വിമർശനം പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. നേതാക്കൾ പല വഴിക്കാണ് എന്ന വിമർശനം സജീവ ചർച്ചയാവുന്നത് നമ്മൾ കണ്ടു. അതിനിടയിൽ തന്നെ നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ ഒരു പ്രധാന പ്രചാരണ വിഷയമാക്കാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല, നേതൃത്വം പലപ്പോഴും പല വഴിക്ക് നീങ്ങുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ പാർട്ടിക്കകത്ത് നിന്ന് സജീവമായി ഉയർന്നു കേട്ടതാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത് എന്നത് ശ്രദ്ധേയമാകുന്നു. ഇത് രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയം കൂടിയാണോ ശ്രീ VS ജിതിന്റെ? രജീഷ്, ഇവിടെ അബിൻ ചില കണക്കുകൾ പറഞ്ഞു. BJP 1180 1270 എന്തായിരുന്നു. BJPയുടെ ടോട്ടൽ കഴിഞ്ഞ തവണത്തെ സീറ്റ് 1180 ഇപ്പോൾ ഫലം അറിവായതിൽ വെച്ചിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ BJP ഭരിക്കുന്നത് 1447, ബ്ലോക്ക് ഡിവിഷനിൽ 54, ജില്ലാ പഞ്ചായത്ത് 2, മുനിസിപ്പൽ വാർഡുകൾ 324, കോർപ്പറേഷനിൽ 93. ഇതാണ് BJPയുടെ അവസ്ഥ. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കാൻ പോകുന്നു, തൃപ്പൂണിത്തറ BJP ഭരിക്കാൻ പോകുന്നു, 54ഓളം ഗ്രാമപഞ്ചായത്തുകളിൽ BJP ഭരിക്കാൻ പോകുന്നു, 120-130 ഗ്രാമപഞ്ചായത്തുകളിൽ BJP നിർണായക ശക്തിയാണ്. ഇതാണ് BJPയുടെ അവസ്ഥ. പിന്നെ അബിൻ എവിടെ നിന്നാണ് കണക്ക് കിട്ടിയുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്ന സംവിധാനത്തിൽ നിന്ന് ഒരു 25-30% വലിയ വർധന ഉണ്ടാക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ തെറ്റിപ്പോയെന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ഞാൻ നിങ്ങൾ പറഞ്ഞ കണക്ക് 1180 നിന്ന് 1260 ആയെന്നല്ലേ നിങ്ങൾ പറഞ്ഞ കണക്ക്? ഇപ്പൊ അല്ല 1750 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ, അതെ, 37 മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഒന്നുമില്ലേ? ജില്ലാ പഞ്ചായത്ത്. ശരി, ശ്രീ അബിൻ വർക്കി, താങ്കളിലേക്ക് വരാം. ഇപ്പോൾ VS ജിതിന്റെ സംസാരിക്കട്ടെ. അല്ല, അപ്പൊ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നിൽക്കും, ഞാൻ സംസാരിക്കട്ടെ. പിന്നെ നിങ്ങൾ സംസാരിക്കാൻ പറ്റാവുന്നില്ലേ? ഞാൻ പറഞ്ഞ കണക്ക് തെറ്റിപ്പോയി. നിങ്ങൾ സംസാരിക്കാന്ന്, ഞാൻ സംസാരിക്കേണ്ടത് നിങ്ങൾ താങ്കൾക്ക് ഉറപ്പായും ആ കണക്കുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാം, അതിലേക്ക് വരാം. നിങ്ങൾക്ക് വല്ലതും കിട്ടുമെന്നുണ്ടെങ്കിൽ അത് എടുക്കുക. അല്ലല്ല, നിങ്ങൾ പറഞ്ഞ കണക്ക് തെറ്റാണെന്ന് തന്നെയാണ് അതിലെ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ കണക്ക് തെറ്റാണ്. നിങ്ങൾ പറഞ്ഞത് BJPക്ക് 1180 കണക്കൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ സൂചിപ്പിക്കാമെങ്കിൽ 1200. ശ്രീ അബിൻ വർക്കി, ഞാൻ താങ്കളിലേക്ക് ആ കണക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാം. തീർച്ചയായും ആ കണക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സമയമാണ്. അദ്ദേഹം സംസാരിച്ചതിന് ശേഷം ഞാൻ താങ്കളിലേക്ക് വരും. ഉറപ്പായും അതിനുള്ള സമയം അനുവദിക്കുന്നതായിരിക്കും. ശ്രീ അബിൻ വർക്കി, രാജീവ് ചന്ദ്രശേഖരനെ സൂചിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. രാജീവ് ചന്ദ്രശേഖരനെ എഴുത്തും വായന അറിയാവുന്ന നേതാവ് തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖരനെ അങ്ങനെ സൂചിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. സൂചിപ്പിക്കേണ്ടതൊക്കെ കോൺഗ്രസിലാണ്. ഞങ്ങളാരും വിലപിച്ചിട്ടില്ല ക്രിസ്ത്യാനിയായി പോയിട്ടാണ് സ്ഥാനം കിട്ടാത്തത്. അതുകൊണ്ട് അഭിനവ് ചുമ്മാതിരിക്കും. ഞാൻ കാര്യം പറയട്ടെ. അപ്പൊ നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരുപാട് പേര് ആ പാർട്ടിയിലുണ്ടല്ലോ, പാർട്ടിയിലുണ്ടല്ലോ വിലപിച്ചവര്. ഏതോ കർണാടകയിൽ നിന്ന് കൊണ്ടുവന്ന ഒരാളെ, കർണാടകയിൽ നിന്ന് കൊണ്ടുവന്ന ആള് സംസ്ഥാന പ്രസിഡന്റ് ആക്കിയിട്ട് ഒരുപാട് പേരുണ്ടല്ലോ വിലപിച്ചവരൊക്കെ. വിലപിച്ചവരൊക്കെ ഒരുപാട് പേരുണ്ടല്ലോ, അറിയാമല്ലോ. നിങ്ങളെ താങ്കൾക്ക് ഉറപ്പായും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ടും അദ്ദേഹം മുന്നോട്ട് വെച്ച കണക്കുകളുമായി ബന്ധപ്പെട്ടും വിശദീകരിക്കാനുള്ള സമയം ഈ ചർച്ചയിൽ ഉണ്ടാകും. ഉറപ്പായും അത് നൽകുന്നതായിരിക്കും. ഇപ്പോൾ BJPയുടെ പ്രതിനിധി സംസാരിക്കട്ടെ. ശ്രീ അബിൻ വർക്കി, കേരളം കേട്ടതാണ്. നിങ്ങൾ തന്നെയാണ് സംസ്ഥാന പ്രസിഡന്റ് ആക്കാത്തത് ക്രിസ്ത്യാനിയായി പോയിട്ടാണെന്ന് വിലപിച്ചത് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അത് പറയരുത്. ലോകത്തുള്ള സകല വർഗീയ ശക്തികളെ നിങ്ങൾ കൂട്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് തെറ്റുള്ളത്. നിങ്ങൾക്ക് തള്ളി പറയാൻ സാധിക്കും. നിങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയെ തള്ളി പറയാൻ സാധിക്കും, ജമാഅത്ത് ഇസ്ലാമിയെ നിങ്ങൾക്ക് തള്ളി പറയാൻ സാധിക്കും, SDP. താങ്കൾ ദയവായി ഈ ചർച്ചയിൽ താങ്കൾക്ക് ഈ അദ്ദേഹം മുന്നോട്ട് വെച്ച കണക്കുകളുമായി ബന്ധപ്പെട്ടും അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടും മറുപടി നൽകാനുള്ള സമയം ഉറപ്പായും ഈ ചർച്ചയിൽ ഉണ്ടാകും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സമയമാണ്. അദ്ദേഹം സംസാരിക്കട്ടെ. അതിനുശേഷം ഞാൻ താങ്കളിലേക്ക് വരും. അതിനുശേഷമേ ഈ ചർച്ച വൈൻഡപ്പ് ആവുകയുള്ളൂ. അത് താങ്കൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഇപ്പോൾ VS ജിതിന്റെ സംസാരിക്കട്ടെ. ശ്രീ അബിൻ വർക്കി, അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വർഗീയ ശക്തികളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് കോൺഗ്രസ് നേടിയ വിജയം ഒരു താൽക്കാലിക പ്രതിഭാസമാണ്. കോൺഗ്രസിന്റെ വിജയത്തെ ഒന്നും ആരും ഇവിടെ കുറച്ചു കണ്ടിട്ടില്ല. നിങ്ങൾ അങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കണം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. പിന്നെ നിങ്ങൾ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ അതിന് മറുപടി ഞാൻ പറയും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയരുത്. ജമാഅത്ത് ഇസ്ലാമിയായിട്ട് നിങ്ങൾക്ക് സൗഹൃദമില്ലേ? നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? വെൽഫെയർ പാർട്ടിയായിട്ട് നിങ്ങൾക്ക് സൗഹൃദമില്ലേ? നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? SDP ആയിട്ട് നിങ്ങൾക്ക് സൗഹൃദമില്ലേ? നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? എന്റെ നാട്ടിൽ പോരുവഴി പഞ്ചായത്തിൽ നിങ്ങൾ SDP ആയിട്ട് ചേർന്ന് ഇന്നലെ വരെ ഭരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു.
എന്നിട്ട് നിങ്ങൾക്ക് ഇവർക്കായിട്ട് സൗഹൃദം നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുമോ? അപ്പൊ അതുകൊണ്ട് അധികാരത്തിനും സ്ഥാനത്തിനും വേണ്ടിയിട്ടൊക്കെ ജാതിയും മതവും പറഞ്ഞ് വിലപിച്ചത് ആരൊക്കെയാണ് എന്നുള്ള കാര്യം കേരളത്തിന്റെ പൊതുസമൂഹം കണ്ട കാര്യമാണ്. പിന്നെ അങ്ങ് ചോദിച്ച ചോദ്യം നോക്കൂ, ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു, ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് BJP പ്രവർത്തകർ. ആ ഹാർഡ് വർക്കിനൊപ്പം രാജീവ് ചന്ദ്രശേഖർ ഞങ്ങളെ ശീലിപ്പിച്ച സ്മാർട്ട് വർക്കും കൂടെ ആയപ്പോൾ കേരളത്തിൽ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കുന്ന സാഹചര്യമുണ്ടായി. ഒറ്റയ്ക്ക്, അതായത് ഈ ഇന്ത്യ മുന്നണിയിലെ രണ്ട് കൂട്ടുകൾ കൂടെ ഒന്നിച്ചാൽ പോലും തടയാൻ സാധിക്കാത്ത ഭരണം ജനങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ചു. പല പഞ്ചായത്തുകളിലും ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച കൊല്ലം കോർപ്പറേഷനിൽ ഉൾപ്പെടെ എന്ത് നിലപാടെടുക്കണമെന്ന് തീരുമാനിക്കാൻ കഴിയുള്ള ശക്തിയുള്ള പാർട്ടിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി കൊല്ലത്ത് മാറിയിരിക്കുന്നു. ഇവിടെ അവരുടെ സിറ്റിംഗ് മേയർ ഹണി ബെഞ്ചമിൻ 2ാം സ്ഥാനത്ത് പോയിരിക്കുന്നു. മുൻ മേയർ രാജേന്ദ്രബാബു ഇപ്പൊ മേയറാക്കാൻ വെച്ചിരുന്ന ആള് 3ാം സ്ഥാനത്ത് പോയിരിക്കുന്നു. രാജേന്ദ്രബാബു ആയില്ലെങ്കിൽ മേയറാക്കാനിരുന്ന അനിരുദ്ധൻ തോറ്റുപോയിരിക്കുന്നു. ഇവിടെ ഡെപ്യൂട്ടി മേയർ വിജയ ഫ്രാൻസിസ് തോറ്റുപോയിരിക്കുന്നു. തോൽപ്പിച്ചതെല്ലാം BJP ആണ്. BJPക്ക് 800-600 വോട്ടിന്റെ മേളിൽ ഭൂരിപക്ഷമാണ് ഓരോ കോർപ്പറേഷൻ ഡിവിഷനിലും കൊല്ലത്ത് ജനങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഇത് BJP ചരിത്ര വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് BJPയുടേതായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കേരള സമൂഹത്തിനില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.